ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിയാമനിലെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്, അതായത് സിയാമൻ ഹോർട്ടിക്കൾച്ചർ എക്സ്പോ ഗാർഡൻ. അപ്പം അവിടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം അതിനെക്കുറിച്ചാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. ഇത് ശരിക്കും പറഞ്ഞാൽ 2007 ഇൻ്റർനാഷണൽ ഒരു ഹോർട്ടിക്കൾച്ചർ എക്സ്പോയുടെ വേദിയായിരുന്നു ഈ ഈ ഇതെന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെ ഒരു മാപ്പും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളുമാണ് ഈ ഫ്രണ്ടിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സീസൺ അല്ല, അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ കയറാം. സീസൺ എന്ന് പറയുന്നത് സ്പ്രിങ് ഓട്ടം ആ സമയത്താണ്. ഇപ്പോൾ ഇവിടെ സമ്മർ സീസൺ, അതുകൊണ്ട് ഇവിടെ ഇപ്പം ഇതിൻ്റെ സീസൺ അല്ല. അപ്പം അതുകൊണ്ട് പൈസയും കൊടുക്കേണ്ട. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ദൂരമുണ്ട്. ഇവിടെ എല്ലാം ബഗ്ഗീസ് ഉണ്ട്, നമ്മൾ പെയ്ഡ് ബഗ്ഗീസ്. അപ്പോൾ നമ്മൾ പൈസ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ബഗ്ഗീസിൽ ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കാണാം. അപ്പോൾ നമ്മൾ എൻട്രൻസ് തന്നെ അതിൻ്റെ ഇതുപോലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ സീസണിൽ വരുമ്പം നല്ല ഭംഗിയായിരിക്കും, കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ സീസൺ വ്ളോഗ് നമുക്ക് പിന്നെ ഒരിക്കൽ ഇത് സീസൺ ആകുമ്പോൾ ഞാൻ ഇതിലിടാം. പിന്നെ ഈ ഗാർഡൻ്റെ ആകെ ഒരു വിസ്തീർണം എന്നൊക്കെ പറയുന്നത് 10.82 ചതുരശ്ര കിലോമീറ്ററിൽ ആണ്. അതിൽ 5.5 നമ്മുടെ കരയും, അതുപോലെ 5.27 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ജലവുമാണ്. അങ്ങനെയാണ്, വാട്ടറുമായിട്ടാണ്. അങ്ങനെയാണ് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ. ഇവരുടെ ഒരു കണക്കനുസരിച്ച് 1,10,000 ത്തിലധികം വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സീസൺ ആകുമ്പം ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. സീസണിൽ ഞാൻ ഒരിക്കൽ വ്ളോഗ് ചെയ്തിടാം. പിന്നെ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ അത്രയും പൂക്കളൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ എല്ലാത്തരം വെറൈറ്റി പൂക്കളും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്, നമ്മൾ ഈ സീസണിൽ വന്നാൽ ഈ തോട്ടം മൊത്തം നമുക്കിവിടെ മൊത്തം ഇങ്ങനെ പൂക്കളും ഇതെല്ലാം കൂടി ചുമന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുമെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഈ നേച്ചർ ബ്യൂട്ടി ആണെങ്കിൽ ജാപ്പനീസ് സ്റ്റൈല്, ചൈനീസ്, യൂറോപ്യൻ സ്റ്റൈലിൽ ഒക്കെ നിർമ്മിച്ച തോട്ടങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ തോട്ടം, ഈ ഗാർഡൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിലും വേണ്ട ഈ വെള്ളത്തിൻ്റെ സൗണ്ട്, ഈ ഒരു ഏരിയയിൽ ഈ വെള്ളത്തിൻ്റെ ഇങ്ങനെ കേട്ട് നമുക്ക് ദാണ്ട് അവിടെ ആണെങ്കിൽ ഒരു കുഞ്ഞു കൂടെ ഇങ്ങനെ ഒരു മനോഹരമായ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തേക്കും. നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്ന് നമുക്ക് നല്ലൊരു റിലാക്സേഷനാണ്. അത് കേട്ടിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് അവിടെ. അങ്ങനെ ഇവിടെ ആണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണിത്. സീസൺ ആയാൽ പിന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ശരിക്കും 9 ദ്വീപുകളായിട്ടാണ് ഈ ഗാർഡൻ. അതിനകത്ത് 16 പാലങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഈ 9 ദ്വീപുകളും കൂടെ ഒരു ദിവസം രാവിലെ 8 മണിക്ക് തന്നെ ഇവിടെ തുറക്കും, വൈകിട്ട് 6:30 ആകുമ്പോഴേ ഇവിടെ അടയ്ക്കത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് ഇവിടെ നമ്മൾ രാവിലെ വന്നാൽ പിന്നെ നമുക്ക് വൈകിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും ഈ 9 ദ്വീപുകളും നടന്ന് കാണുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യം കൂടാണ്. അതുകൊണ്ട് പക്ഷേ നമുക്ക് ബഗ്ഗീസ് ഉപയോഗിക്കാം. പക്ഷെ നടന്ന് കാണുവാണെങ്കിൽ നല്ല എനർജി ആയിട്ട് നടക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ബഗ്ഗീസും പിന്നെ ഇതിനകത്ത് തന്നെ അവരുടെ സർവീസും ഉണ്ട്. പിന്നെ നമുക്കല്ലെങ്കിൽ ബഗ്ഗീസ് ഉപയോഗിക്കാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്നൊക്കെ പറഞ്ഞാൽ ജാപ്പനീസ് ഗാർഡൻ. അവരുടെ ജാപ്പനീസ് ശൈലിയിലുള്ള തോട്ടങ്ങൾ, അവരുടെ ബാംബു ഫോറസ്റ്റുകൾ, വെള്ളക്കല്ലുകൾ ഇതൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ മിനാൻ തായ്വാൻ ദ്വീപ്, അതായത് മിനാൻ തായ്വാൻ സംസ്കാരത്തെ അവരെ പ്രദാനം ചെയ്യുന്ന അവരുടെ പരമ്പരാഗത നിർമ്മിച്ച കെട്ടിടങ്ങൾ, അവരുടെ പ്ലാന്റ്സുകൾ, അതൊക്കെയാണ് വേറൊരു പ്രത്യേകത ഇവിടുത്തെ. ഇവിടെ വന്നാൽ അറിയാം, ഓരോരോ ട്രഡീഷണൽ വീടുകളുണ്ട്, ഓരോ രീതിയിലുള്ള. ഇവിടെ ആണെങ്കിൽ ഇവിടെ ചൈനീസ് സ്റ്റൈല്, ഞാൻ പറഞ്ഞ തായ്വാൻ സ്റ്റൈൽ, ഇവരുടെ എല്ലാ രീതിയിലുള്ള കെട്ടിടങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം അവിടുത്തെ പണ്ടത്തെ, അതായത് ട്രഡീഷണൽ, അങ്ങനെ ഇവിടെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ അവരവരുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഇവിടെ വന്ന് ഭയങ്കര ഫോട്ടോഷൂട്ട് നടത്താറുണ്ട്. അതുപോലെ മാരേജ് ഫോട്ടോഷൂട്ട്, അങ്ങനെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നതും, അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സിനിമ അതൊക്കെ പിടിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്
ഈ കാണുന്നത് ഇവിടെ. പിന്നെ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം സീസണൽ സമയമല്ലല്ലോ, അപ്പം നമുക്ക് ഫ്രീ എൻട്രൻസ് ആയതുകൊണ്ട് അങ്ങനെ ഈ കെട്ടിടങ്ങളൊന്നും അധികം തുറന്നു വെച്ചിട്ടില്ല, എല്ലാം അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ വന്നത്തെ തൂവൽ കൊണ്ട് എഴുതുന്ന രീതിയിലുള്ള അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ബേർഡ് വാച്ചിങ് ഉണ്ട്, ബേഡ്സിൻ്റെ സൗണ്ടുകൾ, ബേർഡ് വാച്ചിങ് ഏരിയാസൊക്കെ ഉണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ ഇവിടെ പല ടൈപ്പ് ബേഡ്സിൻ്റെയൊക്കെ ഫോട്ടോസുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ട്. ഈ ബേഡ്സൊക്കെ ഇവിടെ ഉണ്ട്, നമ്മളാണെങ്കിൽ ബൈനാക്കുലേറ്ററൊക്കെ വെച്ച് നോക്കണം. പിന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കാവോ ഗാർഡൻ. ആ മക്കാവോ ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തോടൊപ്പം ഗാർഡൻ എന്ന ആശയമാണ് ഈ മക്കാവോ ഗാർഡൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുണ്ട് ഇവിടെ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എക്കോളജിക്കൽ പവിലിയൻ ഉണ്ട്. അതൊക്കെയാണ് ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ഗാർഡൻ്റെ. പിന്നെ ഇവിടെ എല്ലായിടത്തും ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഓർക്കിഡ് ഗാർഡൻ ഉണ്ട്, പക്ഷെ അതൊന്നും ഇപ്പം പ്രവർത്തിക്കുന്നില്ല. പിന്നെ ഇവിടെ എല്ലാം എല്ലായിടത്തും ഇതിനെപ്പറ്റി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിലും ഉണ്ട്, ചൈനീസിലും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള നമ്മുടെ മീൻ പിടിക്കുന്ന സ്ഥലം, അതുപോലെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നാണെങ്കിൽ ഇന്ന് ഇവിടെ ഭയങ്കര കാറ്റാണ്. ഇന്നൊരു ചെറിയ മഴയും കാറ്റും, ഭയങ്കര കാറ്റാണിരുന്നു ഇവിടെ ഇന്ന്. അതുപോലെ തന്നെ കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഏരിയ ഉണ്ട്, ബേർഡ്സ് വാച്ചിങ് ഏരിയ. ഇതിനകത്താണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മയിലുകളുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിനെയൊക്കെ മയിലിനും അടുത്ത് തൊടാൻ പറ്റത്തില്ല, പക്ഷേ ടോർട്ടോയ്സിനെയൊക്കെ അടുത്ത് തൊട്ട് നോക്കാം. റാബിറ്റ്സ്, പിന്നെ കുറേ പക്ഷികളുണ്ട് ബാക്കിലായിട്ട്, കുറേ പക്ഷികൾ. പിന്നെ നമ്മുടെ വൈറ്റ് പീക്കോക്കുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ കുഞ്ഞു കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതായത് ഇവരുടെ കോഴി, അതങ്ങനെ തത്ത, അതുപോലെയുള്ള കുറച്ച് ബേഡ്സുകളൊക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരുപാടൊന്നുമില്ല, കുറച്ച്. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടികൾക്കൊക്കെ വന്ന് ഇത് പഠിക്കാനോ അങ്ങനെ ആ രീതിയിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ അവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഇതുപോലൊരു ടെമ്പിൾ പോലെ ഒരു ബുദ്ധൻ്റെ, അതായത് ഈ ബുദ്ധൻ ഇങ്ങനെ ഒരു പൂവിലിങ്ങനെ വിരിഞ്ഞിരിക്കുന്ന പോലെ ചുറ്റും ഇങ്ങനെ ഓരോ ഇതിനകത്ത് ബുദ്ധൻ ഇങ്ങനെ ഉണ്ട്. നമുക്കിങ്ങനെ ചുറ്റും ബുദ്ധൻ ഇങ്ങനെ എല്ലായിടത്തും ഒരേ രീതിയിലാണ് ഇരിക്കുന്നത്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ നെക്സ്റ്റ് ടൈം സീസണിൽ ഇവിടെ വന്ന് വീഡിയോ ഇവിടെ വന്നെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ എല്ലായിടത്തും ഒരു ശാന്തതയും അതുപോലെ തന്നെ ഒരു നേച്ചർ ബ്യൂട്ടി. നമ്മൾ എങ്ങോട്ട് ക്യാമറ വെച്ചാലും അത്ര ഭംഗിയാണ് ഇവിടെ ഇതിനകം. അപ്പം ഇവിടെ ശരിക്കും ആൾക്കാർ ഫോട്ടോഷൂട്ടിന് വരുന്നത് ചുമ്മാതൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോഷൂട്ടിന് വന്നിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ അടുത്തുനിന്ന് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൂടെ ഉള്ളിലകത്ത് അതിൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ഇവിടെ നമ്മളിപ്പം ഈ സിറ്റിംഗ് ഏരിയയിലിരുന്നാൽ നമുക്കിങ്ങനെ ആ സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ എല്ലായിടവും വെള്ളത്തിലെല്ലാം ഇതുപോലെ ആമ്പൽ, താമരയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ താമരത്തോട്ടം. ഇവിടെ ആണെങ്കിൽ ഇവിടെ അങ്ങ് ഭയങ്കര തിരക്കാണ്. എല്ലാവരും കൂടെ അങ്ങ് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കാണ്. ഇവരുടെ ചൈനക്കാരുടെ ട്രഡീഷണലൊക്കെ കാണുമ്പോൾ അറിയാം, ഈ താമരയായിട്ട് അവർക്ക് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇവരാണെങ്കിൽ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഏതോ സെലിബ്രിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഭയങ്കര തിരക്കും കൂടാണ് അവിടെ. അങ്ങനെ അടുത്ത ഒരു ഏരിയ ഇവിടാണ്. ഇത് പക്ഷേ സീസൺ ആകുമ്പോൾ എന്ത് ഭംഗിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വെറൈറ്റി താമരാസ് ഉണ്ട് ഇവിടെ. ഇതെല്ലാം കൂടെ പൂത്തിക്കാൻ എന്തൊരു ഭംഗിയാണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രസം തോന്നുന്നു. ഇനി ഈ തോട്ടം നമ്മുടെ നേച്ചർ ബ്യൂട്ടി വിത്ത് വിവിധ രാജ്യങ്ങളുടെ തോട്ട ശൈലികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.